ഞാനപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമയെന്ന് പറയുന്നത് 2012. സിനിമയുടെ പേര് 2012 എന്നാണ്. സിനിമയുടെ ബേസിക്കായിട്ട് സിനിമ പറയുന്ന കഥയെന്ന് പറയുന്നത് ഈ ലോകം അവസാനിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് മെയിനായിട്ട് കാണിച്ചു പോകുന്നത്. അതായത് സുനാമി വരുന്നതും അങ്ങനെയുള്ള കാര്യത്തിനേക്കാൾ ഈ സിനിമ ഒരു സമയത്ത് ഈ സിനിമ കണ്ട് പേടിച്ച ആൾക്കാരുണ്ട്. അതായത് 2018 ലോകം അവസാനിക്കും, അല്ലെങ്കിൽ ഭൂമി മൊത്തത്തിൽ നശിക്കാൻ പോവുക, മനുഷ്യർ മൊത്തം മരിക്കാൻ പോവുക എന്നുള്ള കാര്യം അത്രമേൽ വിശ്വസിച്ചിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അത്രമേൽ ആൾക്കാർ വിശ്വസിച്ചിരുന്നു. നിങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഓൺലൈൻസിൽ തന്നെ ഒരുപാട് ഇതിനെ പറ്റിയുള്ള ന്യൂസുകൾ ഓൾറെഡി അവൈലബിൾ ആണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ വിടാം. ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയ ഒന്നാമത്തെ കാര്യം, അതായത് ഈ സിനിമ ഇറങ്ങിയ നമ്മൾ ഒരുപാട് പഴയ സിനിമകൾ മികച്ച ക്വാളിറ്റിയിൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ സിനിമ കണ്ടവർക്കറിയാം ഈ സിനിമയുടെ മേക്കിംഗ് ക്വാളിറ്റി എന്തുമാത്രമാണെന്നുള്ളത്. അത് സത്യം പറഞ്ഞാൽ എടുത്തു പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം ഇത്രയും ഒരു പഴയ ഹോളിവുഡ് സിനിമയാണ്, അതിന് അതിൻ്റേതായ ഒരു ക്വാളിറ്റിയാണ്. പഴയ സിനിമയാണെങ്കിലും ഭയങ്കര രീതിയിലുള്ള വിഷ്വൽസ് കാണും എന്നുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിൻ്റെ അകത്ത് കുറേ സീൻസ് ഉണ്ട്. അതായത് ലോകം അവസാനിക്കുന്ന സമയത്ത് ഇന്ത്യയിലൊക്കെ കാണിക്കുന്ന സീനുണ്ട്. അതായത് ഇന്ത്യയിൽ കടൽ വരുന്നതും സുനാമി വരുന്ന സീനുണ്ട്. സുനാമി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം, അതായത് നമ്മുടെ ഈ ഹിമാലയൊക്കെ ഇല്ലേ, ഹിമാലയത്തിൻ്റെ മണ്ടയിൽ കൂടെയൊക്കെ സുനാമി വരും. അങ്ങനെയുള്ള അതൊക്കെ കാണിക്കുന്ന വിഷ്വൽസ് ഉണ്ട്. അതായത് ഇപ്പം ഒരു പുള്ളിക്കാരൻ ചൈനയിലൊക്കെ സുനാമി വരുന്ന സമയത്ത് ചൈനയിലൊരു പുള്ളിക്കാരൻ ഹിമാലയത്തിൻ്റെ മണ്ടയിൽ നിൽക്കുന്ന സമയത്ത് ഹിമാലയത്തിൻ്റെ മേളിൽ കൂടെ സുനാമി ഇങ്ങനെ അടിച്ചൊഴുകി വരുന്നൊരു സീനുണ്ട്. അതായത് സത്യം പറഞ്ഞാൽ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2026 നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ, ബെസ്റ്റ് സൗണ്ടിൽ, ബെസ്റ്റ് സ്ക്രീനിൽ ഈ സിനിമ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള കാര്യമാണ് ഞാൻ ആലോചിച്ചത്. അതായത് ഈ സിനിമ ഇപ്പം കണ്ടാൽ പോലും, ഇപ്പം എനിക്ക് കണ്ടാൽ പോലും ഞാൻ എൻ്റെ വിഷ്വൽസ് കണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കും. അതായത് ആ സമയത്ത് ഇപ്പം ഹോളിവുഡിൽ നമ്മൾ പല സിനിമകളും കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പം അവതാർ ആയിക്കോട്ടെ, ഏതൊരു സിനിമയാണെങ്കിലും പഴയ ഒട്ടുമിക്ക സിനിമ, ടൈറ്റാനിക് കണ്ടാൽ പോലും അതിൻ്റെ വിഷ്വൽസ് കാണുമ്പോൾ നമുക്ക് ഇപ്പോഴും വണ്ടടിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ പണ്ടേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്ക് പ്രത്യേക ഒരു സ്റ്റാൻഡുണ്ട്. അതായത് ഡിസാസ്റ്റർ മൂവീസ് വേറെയും ഒരുപാട് സിനിമകളുണ്ട്. എന്നിരുന്നാൽ പോലും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റിൽ എപ്പോഴും ഈ 2012 എന്ന് പറയുന്ന സിനിമ എപ്പോഴും കാണും. സിനിമയുടെ ഒരു ബേസിക് കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൂര്യനിൽ നിന്നുള്ള ചൂട് കാരണം പല പ്രശ്നങ്ങളും ഉണ്ടായി, ഭൂമി അവസാനിക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് ബേസിക് തീം. അത് ഇന്ത്യയിലുള്ളൊരു സയൻറ്റിസ്റ്റ് കണ്ടുപിടിക്കുകയും പിന്നെ അതിനെ തുടർന്ന് മനുഷ്യർ, അതായത് ഇവർ കുറച്ച് കപ്പലുകൾ ഉണ്ടാക്കും. കപ്പലുകളെന്നല്ല, ഒരു ഷിപ്പ് കണക്ക് വലിയൊരു സംഭവം ഉണ്ടാക്കും. ഇവരെ കൊണ്ട് 4-5 ഷിപ്പോളം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. അതിനുശേഷം ഇവർ ഇതിൽ നിന്ന് എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ചെറിയൊരു ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ ആണ്, ചെറിയൊരു രീതിയിൽ ഇമോഷൻ ഒക്കെ കണക്ട് ചെയ്ത് ഗംഭീര വിഷ്വൽസ്, അത് എടുത്ത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഗംഭീര വിഷ്വൽസ് ആണ്. കാണാത്തവരെന്തായാലും കണ്ടുപോകുക. കാരണം ഈ പടം കണ്ട ഒരുപാട് പേര് കാണും, പക്ഷെ ഇപ്പോഴും ഇങ്ങനെയുള്ള സിനിമകൾ, അതായത് ഈ സിനിമയെ പറ്റി ഇപ്പോഴും കാണാത്ത ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ഈ സിനിമ അത്യം മസ്റ്റായിട്ട് നമ്മൾ പറയത്തില്ല, ഇപ്പം ഒരുപാട് പേര് നിങ്ങൾക്ക് ഒരുപാട് സിനിമകൾ സജസ്റ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ ആ കൂട്ടത്തൊക്കെ എപ്പോഴും ആഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു സിനിമയാണ് ഈ 2012 എന്ന് പറയുന്ന സിനിമ. കാരണം ഒരിക്കലെങ്കിലും നമ്മൾ ഈ ഒരു സിനിമ കണ്ടിരിക്കണം എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അതുകൊണ്ടാണ് നിങ്ങളുടെ ഞാൻ പറഞ്ഞു തരുന്നത്. കണ്ടുപോകുക, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുപോകുക. ഗംഭീര സിനിമയാണ്. കണ്ടവരുണ്ടെങ്കിൽ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുക. ഇതുപോലുള്ള ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നന്ദി.